എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ഉണ്ണിമോളുടെയും അയ്യപ്പസ്വാമിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ഗിരിദേവനാണെങ്കിൽ ഉണ്ണിമോളോടും കൂടെ ഇരിക്കുന്ന എല്ലാവരോടും ആയിട്ട് കഥകൾ പറയുകയാണ്. അത് നമ്മുടെ തമ്പുരുമോളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം തമ്പുരുവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഉണ്ണിമോൾക്കാണെങ്കിൽ വലിയ ജാഗ്രതയാണ്. അപ്പൊ ഉണ്ണിമോള് ചോദിക്കുമ്പം അതേ തമ്പുരു നല്ല രീതിയിൽ തന്നെ പാട്ടും പാടുമായിരുന്നു, അതുപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ചെറിയൊരു അപകടം സംഭവിച്ചതാണ്. അതൊരു രക്ഷസിന്റെ ബാധ ഉപദ്രവമാണ് എന്നുള്ള കാര്യം ഗിരിദേവൻ ഇങ്ങനെ പറയുകയാണ്. അല്ല ഗിരിദേവ, അതെങ്ങനെയാണ് സംഭവിച്ചത്? അവളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരന്തം സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാപം ചെയ്തെങ്കിലല്ലേ അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പം ഗിരിദേവൻ തമ്പുരുവിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഒരു കഥ പറയുന്നത് പോലെ ഉണ്ണിമോൾക്കും വാവയ്ക്കും അതുപോലെ ലെമ്പൂനും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെതാ നമ്മളെ കാണിക്കുന്നത് വളരെ നല്ല രീതിയിൽ പാട്ട് പാടുന്ന തമ്പുരുവിനെ ആണെങ്കിലോ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരു സ്റ്റാർ സിംഗർ പോലത്തെ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻട്രോ വീഡിയോ അതെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ആ ഒരു മനയിലെത്തുന്നത്. മനയിലെത്തുന്ന സമയത്താണെങ്കിൽ മനയിലെ താമസവും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മനയുടെ നടത്തിപ്പുകാരായിട്ടുള്ള ഒരു ചേട്ടനും അയാളുടെ മകളുമാണ്. അപ്പം ഇവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെതാ അടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ട് തമ്പുരുവിന്റെ പാട്ടും കാര്യങ്ങളും എല്ലാം അതിന്റെ ഒരു റെക്കോർഡിംഗ് ഒക്കെ നടത്തുകയാണ്. അപ്പം വളരെ കാര്യമായിട്ട് തുളസിക്കതിർ നുള്ളിയെടുത്തു എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ നമ്മുടെ തമ്പുരു ഇങ്ങനെ പാടുമ്പം അവളുടെ അമ്മയും അച്ഛനും ഒക്കെ അതിങ്ങനെ വിഷ്വൽസ് എല്ലാം പകർത്തി അത് അയക്കേണ്ട ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ രഘുവരന്റെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുക. സത്യ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. പുള്ളി വിളിച്ചിട്ടും എന്തോ ഒരു സാധനം കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അത് താൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ താമസിക്കുന്നത് ഇന്ന മനയിലാണ് എന്നുള്ള കാര്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ, എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് രഘു ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെതാ അവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ റൂമിലേക്ക് ഇവരുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച ആ ബാല്യക്കാരന്റെ മോളുണ്ടല്ലോ, പുള്ളിക്കാരി റൂം അടിച്ചു വാരാനായിട്ട് അതിനകത്ത് കയറുകയാണ്. കയറുന്ന സമയത്താണെങ്കിലോ അവൾ ഒരു പേരും കള്ളി തന്നെയാണ്. എന്തായാലും അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാകും. അവൾ അടിച്ചു വാരുന്ന കൂടെ തന്നെ ഇവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ. അപ്പം ഇതിനു മുന്നേയും അവിടെ താമസക്കാർ വരുന്ന സമയത്ത് അവരുടെ എല്ലാം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം ഈ മോൾക്കുണ്ട്. പക്ഷെ അതൊന്നും ഈ മോളുടെ അച്ഛൻ അറിയില്ല കേട്ടോ. അയാളാണെങ്കിൽ സത്യസന്ധനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവൾ അടിച്ചു വാരുന്ന കൂടെ ഈ രഘുവിന്റെ പെട്ടി കാണുകയാണ്. പെട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് കുറച്ച് ഡ്രസ്സും അതോടൊപ്പം തന്നെ ചെറിയൊരു പേഴ്സും കാണുക. അപ്പൊ പേഴ്സിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്താണെങ്കിലോ കുറച്ച് സ്വർണ്ണ കട്ടകൾ കാണുമ്പോഴത്തേക്കിനും ഓ ഇനിയിപ്പൊ രക്ഷപ്പെട്ടു, കുറച്ചു കാലത്തേക്ക് താനും തന്റെ അച്ഛനും ഒന്നും പണിയെടുക്കണ്ടല്ലോ. എന്തായാലും ഇതിന്റെ ഓണറും കാര്യങ്ങളും എല്ലാവരും വിദേശികളായതുകൊണ്ട് തന്നെ അവരാരും ഈ നാട്ടിലേക്ക് വരാനും പോകുന്നില്ല. പിന്നെ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടതായതുകൊണ്ട് ഇവരിങ്ങനത്തെ കാര്യങ്ങളൊന്നും കംപ്ലൈന്റും ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അവൾ ആ ഒരു പേഴ്സ് അടിച്ചു മാറ്റുകയാണ്. അപ്പം പുറത്തു പോയി മടങ്ങി വരുന്ന ആൾക്കാരാണെങ്കിലോ അവര് വന്ന പാടെ തന്നെ സത്യ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ഫ്രണ്ട് വരികയാണ്. പുള്ളിക്കാരൻ വന്നതും നേരെ പോയി ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് ഗോൾഡിന്റെ കാര്യം ഓക്കെ അല്ലേ? സത്യ എല്ലാം ഓക്കെയാണ്, ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് എല്ലാം ഭദ്രമായി എന്റെ പെട്ടിയിൽ തന്നെ വെച്ചിട്ടാണ് വന്നതെന്നും പറഞ്ഞ് രഘു ആണെങ്കിൽ തന്റെ പെട്ടി തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് പേഴ്സ് ഇല്ലാതെ വരുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ ടെൻഷനായി. വേഗം തന്നെ മല്ലികയെയും മകളെയും ഒക്കെ വിളിച്ചിട്ട് ഇവിടെ മുഴുവനും തെരഞ്ഞു നോക്കാൻ പറയുകയാണ്. അങ്ങനെ അവരവിടെ മുഴുവനും അരിച്ചു പെറുക്കിയിട്ടും പേഴ്സ് കണ്ടെത്താൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന് ദേഷ്യം വന്നിട്ട് ആ സർവന്റിനെ വിളിച്ച് അയാളോടും അയാളുടെ മകളോടും പെട്ടെന്ന് തന്നെ ഇവിടെ വരണം, എന്റെ വിലപിടിപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നിങ്ങളാണ് അതിന് ഉത്തരവാദികൾ എന്നും പറഞ്ഞ് അവരുടെ തലയിൽ കുറ്റം ചാരുകയാണ്. അപ്പൊ മകളെടുത്ത വിവരങ്ങളൊന്നും ഈ അച്ഛൻ അറിയാത്തത് കൊണ്ട് തന്നെ അയാൾ നിന്ന് തർക്കിക്കുകയാണ്. അങ്ങനെ ഒരു രക്ഷയുമില്ല. ഇവര് ഒരു രീതിയിലും എടുത്തത് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രഘു
രഘുവാണെങ്കിലോ ഓരോ റൂമും തുറന്നു പോയി പരിശോധിക്കുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ ഒരു റൂമിലും ഇവർ പറയുന്ന സാധനം കണ്ടു കിട്ടുന്നില്ല. അപ്പൊ കൂടെ ആ സത്യം തിരയുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഈ ഒരു മുറി മാത്രമേ തുറന്നു പരിശോധിക്കാനുള്ളൂ എന്നും പറഞ്ഞ് രഘു ആണെങ്കിലോ ഒച്ചപ്പാട് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ആ സർവന്റ് അവിടെ വന്നിട്ട് അയാൾ പറയുന്നുണ്ട്, അതെ സാറേ, ഇത് തുറക്കാൻ പാടില്ലാത്ത റൂമാണ്. പണ്ട് കാലത്തെ പൂർവികര് അവരുടേതായിട്ടുള്ള സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിരുന്ന തേവാരപ്പുരയാണ് ഇത്. ഈ പുര തുറന്നു കഴിഞ്ഞാൽ അത് വലിയ അനർത്ഥം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിലക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ രഘു ആണെങ്കിൽ ഇതിപ്പോ എനിക്ക് മനസ്സിലായി, താനും തന്റെ മകളും കൂടി എന്റെ സാധനം അടിച്ചു മാറ്റിയിട്ട് ഈ റൂമിൽ വെച്ച് പൂട്ടിയതല്ലേ, എന്നിട്ട് അതിനൊരു കള്ളപ്പേര് പറഞ്ഞിരിക്കുന്നു, തേവാരപ്പുര. അപ്പൊ പേടിച്ചിട്ട് ഞങ്ങൾ ആരും തുറക്കില്ലല്ലോ. സത്യം പറയടോ, ഇതിനകത്തല്ലേ സാധനമൊന്നും ചോദിച്ച് അവൻ ദേഷ്യപ്പെടുകയാണ്. മര്യാദക്കിന്നിന്റെ താക്കോല് തരുന്നതായിരിക്കും തനിക്ക് നല്ലതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും അയാൾ പറയുന്നുണ്ട്, സാറേ ദയവ് ചെയ്ത് ഇത് തുറക്കരുത്, ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ തുറന്നിട്ട് നിങ്ങളുടെ പാട്ടിന് പോകും, ഞങ്ങളായിരിക്കും ഇനി അനുഭവിക്കേണ്ടി വരിക എന്നും പറഞ്ഞ് ഇവൻ പറയാവുന്ന രീതിയിലെല്ലാം പറഞ്ഞു നോക്കിയിട്ടും രഘു ചെയ്യേണ്ടുന്ന കാര്യങ്ങളും വന്ന് അനുഭവിക്കേണ്ട കാര്യങ്ങളും സമയാസമയങ്ങളിൽ വന്നു ചേരുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗിരിദേവൻ പറയാണ്, ആ അച്ഛൻ അത് തള്ളി തുറക്കുകയാണ്. പക്ഷെ തുറന്ന പാടെ അവിടെ നോക്കുമ്പോഴത്തേക്കിനും ഒരു സാധനവും തന്നെ കാണുന്നില്ല. അങ്ങനെതാ മേളിലൊരു ഉറി കെട്ടി തൂക്കിയ കാഴ്ച കാണുമ്പോഴത്തേക്കിനും ഇനി ഇതിനകത്തെങ്ങാനും പൂത്തി വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ അതിനകത്ത് ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു നാണയത്തൊട്ട് പോലത്തെ സാധനം നമ്മുടെ തമ്പുരുവിന്റെ തലമുടിയിൽ വന്ന് വീഴുകയാണ്. അങ്ങനെ തമ്പുരു ആണെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ നിൽക്കുന്നുമുണ്ട്. അപ്പം ഇതിനെല്ലാം കാവൽക്കാരനായിട്ടുള്ള ബ്രഹ്മരക്ഷസാണ് പുറത്ത് ചാടിയിരിക്കുന്നത്. പുള്ളിക്കാരന്റെ അറയിൽ കയറി പുള്ളിക്കാരന്റെ മുതലടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ തന്നെ മേടിച്ചിരിക്കുമല്ലോ. അതിനുവേണ്ടി കാരണവന്മാര് പണ്ട് കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് രക്ഷസ് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതൊന്നും അറിയാതെ തന്റെ മുതല് നഷ്ടപ്പെട്ടു. ഇനിയിപ്പം എന്ത് ചെയ്യാനാ? പോലീസ് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാല് ഇനി നമ്മൾ സ്വർണ്ണക്കടത്ത് വല്ലതും നടത്തിയതാണ് എന്നുള്ള സംശയത്തിന്റെ പുറത്ത് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ എന്നുള്ള ഒരു പേടിയിൽ രഘു ആണെങ്കിലോ ഇനി ഒരു നിമിഷം പോലും ഇവിടെ താമസിക്കണ്ട എന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പതാ അവരിറങ്ങിപ്പോയ സമയത്താണെങ്കിലോ ആ വീടിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള അച്ഛനും മകളും അവര് രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. മോളെ, അറ തുറന്നു, ഇനിയിപ്പോ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആണാവോ നമ്മളെ തേടി വരിക എന്ന് പറയാൻ പോലും പറ്റില്ല. അച്ഛാ, അതിന് അച്ഛൻ എന്തിനാ പേടിക്കുന്നത്? അവര് തള്ളി തുറന്നെങ്കിൽ അവരുടെ പിന്നാലെ രക്ഷസ് അത് പോയിക്കോളും. നമ്മൾ എന്തായാലും പേടിക്കണ്ട അച്ഛാ. പിന്നെ 10, 500, 1000 ഒക്കെ വെച്ച് നമ്മൾ അടിച്ചു മാറ്റിയിട്ട് എങ്ങനെ ജീവിക്കാനാണ്? അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആ സ്വർണ്ണം അടിച്ചു മാറ്റിയത് എന്നുള്ള കാര്യം ഇവള് സമ്മതിക്കുമ്പോഴത്തേക്കിനും, മോളെ നീ എന്താ ചെയ്തത്? ഇത്രയും വലിയൊരു കാര്യമൊക്കെ നീ ചെയ്യരുതായിരുന്നു. ഇനി എന്താണ് നമുക്ക് വന്ന് ചേരാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാന്ന് പറഞ്ഞ് നിൽക്കുമ്പം അച്ഛൻ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. രക്ഷസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഇവർക്ക് പിന്നാലെ പോയേ ചെയ്യുള്ളൂ. നമ്മൾ ഇതിലൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ വാതിൽ തള്ളി തുറന്നിട്ടുമില്ല. അതുകൊണ്ട് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഇനി ഒരു 10 വർഷക്കാലത്തേക്ക് നമ്മൾ സുഖിച്ച് ജീവിക്കാനുള്ള മുതല് അത് നമ്മുടെ കൈവശം വന്ന് ചേർന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അവള് വലിയ സന്തോഷത്തിൽ പോകുമ്പോഴത്തേക്കിനും രക്ഷസാണെങ്കിലോ ആ വാതിൽ പടിക്കൽ വന്ന് നിന്ന് തമ്പുരുവിനെ നോക്കുന്ന കാഴ്ച കാണിച്ചു ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്